ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും സ്നേഹത്തിൻ്റെ പുൽക്കൂടൊരുക്കി ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ സഭയെ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടാണ് സ്നേഹത്തിൻ്റെ പുൽക്കൂടൊരുക്കിയത്. ഈശോയുടെ ശരീരമായ സഭയെ നാം കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ അമ്മയായ സഭയെ നമുക്ക് കൂടുതലായി സ്നേഹിക്കാൻ കഴിയുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ നമ്മുടെ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ടെന്നും സഭയിലെ വിവിധ കൂദാശകളെക്കുറിച്ചും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ഈശോയെയും മാതാവിനെയും വിശുദ്ധരെയും ഒക്കെ കുറിച്ചും നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ സഭ ഇന്ന് നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും നാം കണ്ടു. പ്രത്യക്ഷമായും പരോക്ഷമായും പീഡിപ്പിക്കപ്പെടുന്ന സഭയെക്കുറിച്ച് നാം മനസ്സിലാക്കി. തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി ജീവൻ പോലും ബലികഴിക്കേണ്ടി വരുന്നവർ, ക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കേണ്ടി വരുന്നവർ, സഭയിലെ ചില വ്യക്തികളുടെ ന്യൂനതകൾ കാരണം അല്ലെങ്കിൽ അകാരണമായും ക്രൈസ്തവരെയും ക്രൈസ്തവ സന്യാസത്തെയും മറ്റും ക്രൂശിലേറ്റുന്ന കാഴ്ചകൾ സ്ഥിരമാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ, വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്തുത്തരം പറയണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ അമ്മയായ സഭയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഗ്രൂപ്പ് ഓഫ് ലവ് ഒരു തുടക്കമാവട്ടെ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് അറിവ് നൽകുമ്പോൾ ദൂതൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഇതാ, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതെ, ഈശോയുടെ ജനനം എപ്പോഴും ഒരു സദ്വാർത്ത തന്നെയാണ്. അന്ന് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചതും ഇന്ന് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോ ജനിക്കുന്നതും ഓരോ ദിവസവും ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതും എല്ലാം ഒരു സദ്വാർത്തയാണ്. ഈശോയെ സ്വീകരിക്കുന്ന നാമും മറ്റൊരു ക്രിസ്തു ആവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാമും മറ്റൊരു സദ്വാർത്തയായി മാറുന്നു. സ്നേഹത്തിൻ്റെ ഒരു സദ്വാർത്ത. നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കായി ഒരു സദ്വാർത്തയായി മാറാൻ പരിശ്രമിക്കാം. ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം. നമ്മുടെ ഉള്ളിലും ഈശോ ആയിരിക്കുമ്പോൾ ആ ഈശോയുമായി നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നാം ഇറങ്ങി ചെല്ലുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളും മറ്റൊരു സ്വർഗമായി മാറും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ആഗോള കത്തോലിക്ക സഭയെ നമുക്ക് പ്രത്യേകം ഓർക്കാം. സഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ ജനനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ദിവസമായിട്ട് പോലും ഭീതിയിൽ കഴിയുന്ന ധാരാളം സഹോദരർ നമുക്കുണ്ട്. അവരെ പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. വിശ്വാസത്തിന് വെല്ലുവിളികൾ നേരിടുമ്പോൾ കൂടുതൽ ആഴത്തിൽ വിശ്വാസമുള്ളവരാവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗ്രൂപ്പ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.